ഫസ്റ്റ് ചെക്ക് പോയിന്റ് വഴി മലേഷ്യ പോവാണ്. We are going to Malaysia. സിംഗപ്പൂരിലൊന്നും ബീച്ച് ഇല്ലാത്തതുകൊണ്ട് മലേഷ്യ പോയ ഒരു ബീച്ച് കാണാൻ പോവാണ്. സിംഗപ്പൂരിൽ സൺസെറ്റ് കാണാൻ പറ്റില്ല എന്നാണ് ചിഞ്ചു പറയുന്നത്. അത് കാരണം നമ്മൾ മലേഷ്യയിൽ പോയി സൺസെറ്റ് കാണുന്നതാണ്. സൺ അവിടെ ഇടത്തിൽ നിന്നാണോ വലത്തിൽ നിന്നാണോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. മലേഷ്യ പോകുമ്പോൾ നമ്മൾ 3/4 ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ട് പോകണം. കാരണം മലേഷ്യയിലെ പെട്രോള് ഇവിടെ സിംഗപ്പൂരിനെക്കാട്ടി 3/4 കാശ് കുറവാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ വെച്ചിരിക്കുന്നത്. Really? Oh my god. അപ്പൊ നമ്മൾ പെട്രോളൊക്കെ 3/4 ടാങ്ക് അടിച്ചിട്ട് വേണം നമ്മൾ മലേഷ്യയിലേക്ക് പോകാൻ. അല്ലെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാൻ തിരിച്ചു പോയി അടിച്ചിട്ട് വീട്ടിൽ പോകാൻ പറയും. അങ്ങനെ സിംഗപ്പൂർ ചെക്ക് പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ സിംഗപ്പൂരുമല്ല മലേഷ്യയുമല്ല അതിന്റെ ഇടയിലുള്ള ഒരു പാലത്തിലാണ്. Yappy yappy yappy. Can you see the bridge? Bridge കടന്ന് നമ്മൾ അപ്പുറത്ത് മലേഷ്യ എത്തും. നമ്മൾ മലേഷ്യ സൈഡിന്റെ അവിടെ ഇടയിലായിട്ട് കുറച്ച് ക്യൂ ഉണ്ട്. ആ ബിൽഡിംഗ് ആണ് മലേഷ്യ. കിഴക്കോട്ടെ പോകുന്ന ദൂരം മാത്രമേ മലേഷ്യയും സിംഗപ്പൂരും ഉണ്ടെങ്കിലും നമുക്ക് എറണാകുളം പോകുന്ന സമയം ചിലപ്പോൾ എടുക്കാറുണ്ട്. Because of the traffic and the checkpoint of the queue. Is it? പക്ഷെ I think this is today is not bad. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1 hour plus ഇങ്ങനെ കിടന്നു. അവിടെ സൂം ചെയ്താൽ കാണാൻ പറ്റും. Let's see whether I can. You know, one day can I tell you one silly thing? One day You see, yeah, but that is a checkpoint. ഇടയിലൊക്കെ ക്യൂ നിൽക്കുന്ന പോലെയാണ് നമ്മൾ നിൽക്കുന്ന ക്യൂ ആയിരിക്കും ഏറ്റവും പതുക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പുറത്തെ ക്യൂ സ്പീഡാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടി കയറും. അപ്പോൾ അത് സ്ലോ ആവും. This is life. When life gives you lemon, drink a bonji out of the lemon. What la? ഇങ്ങനെ ഗ്യാനൊക്കെ വരും. എഴുതിയെടുത്തോളൂ. എല്ലാരും എഴുതിയെടുത്തോ? ഞാൻ എഴുതിയെടുക്കണ കാരണം ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട്. Okay, let's go. I'm hungry actually. Are you hungry? ഈ ലഞ്ചും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഇരിക്കണം. ഞാനാണ് ഒന്നും കഴിക്കാൻ. ഞാൻ എവിടെ ലഞ്ച് കഴിച്ച് കട്ടൻ ചായ കുടിച്ചതാ. I had a potato bun. ഓമി ലഞ്ച് കഴിച്ചാ? What? ഓമി ലഞ്ച് കഴിച്ചായിരുന്നോ? ഓർമ്മ ഉണ്ടായിരുന്നില്ല അല്ലേ? ഓ Why boys always follow girls? Because girls are always seeking followers. Boys don't need followers. We only follow. We followed later. Follow girls. Le. Why boys always follow girls? Why boys follow girls? Yeah. Because we have learned that ladies first. So they go first, then we follow. Because girls are looking for followers. We don't look for followers. We make people follow. We make girls fall for us and we follow. What la this guy? Some gang. What gang? What gang? What again and again? If somebody follow you, you let me know, okay? Okay. മലേഷ്യ ചെക്ക് പോയിന്റ് ഓൾമോസ്റ്റ് 15 minutes അല്ലേ? ലെസ് ദാൻ 15 minutes എത്തുള്ളൂ നമ്മൾ. Comparatively, because considering it's a long weekend and it's Sunday almost 3:45 ആയി. Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. ഇതാണ് ഇതിന്റെ ടോൾ. ഇവിടെ പോയി കഴിയുമ്പോൾ ഇമിഗ്രേഷൻ ഉണ്ട്. വണ്ടി തന്നെ ഇരുന്ന് പാസ്പോർട്ടോ കൊടുക്കാം. Yeah, we do everything. Can we do comedy? ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ചെയ്യാതെ ഒന്ന് നോക്കിയപ്പോൾ അവരവിടെ നിർത്തി ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യണമെന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു ആവശ്യമില്ല. പക്ഷെ ഞാൻ എപ്പോഴും നേരത്തെ ചെയ്ത് വെക്കും. ഞാൻ എപ്പോഴും നേരത്തെ അതൊക്കെ ചെയ്ത് വെക്കും. പപ്പ പറഞ്ഞു ചെയ്യണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യണം. ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ചെയ്യണം. പക്ഷെ നോക്കണമല്ലോ അത് ചെക്ക് ചെയ്തില്ലേ എന്നുള്ളത്.
കാരണം ഇവര് ഇതിനകത്ത് ഇമിഗ്രേഷൻ എടുത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒരാളുടെ പാസ്പോർട്ട് നോക്കി ഇങ്ങനെ കുറെ അടിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു അവരെല്ലാം അടിക്കുമായിരിക്കും. സിംഗപ്പൂരിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്ക് പാസ്പോർട്ടും വേണ്ട, ഒന്നും വേണ്ട. ഒരു മറ്റേ ICയുടെ ആപ്പിനകത്ത് നമ്മുടെ പ്രൊഫൈൽ ആഡ് ചെയ്ത് വെക്കുക, ഒരു QR കോഡ് ഇട്ടും നേരെ സ്കാൻ ചെയ്യാൻ ഇറങ്ങിപ്പോ. ആരും ചോദിക്കണം പറയണമൊന്നുമില്ല. തിരിച്ചു പോകുമ്പോഴും അതുപോലെ തന്നെ. പക്ഷെ നമ്മൾ സിംഗപ്പൂർ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് പുറത്തോട്ട് ഇറങ്ങുള്ളൂ. നമുക്ക് ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ആ കാർഡ് ടോപ്പപ്പ് ചെയ്ത് വെക്കണം. അതും നമ്മൾ പൈസ ഇല്ലാതെ വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയും ടോപ്പപ്പ് ചെയ്ത് അടിച്ചിട്ട് പോകാം. പിന്നെ വേറെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അടിച്ചിറങ്ങിയിട്ട് ഇല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ കിടക്കാറുണ്ട്. ഇങ്ങനത്തെ ചില അഡ്വഞ്ചറസ് ട്രാവൽസ് ഒക്കെയാണ് ഞങ്ങളുടെ സംഭവം. അതെ, like I like to go prepare and this guy like okay let's go without it's okay it's fine. ടച്ച് ആൻഡ് ഗോയുടെ ആപ്പ് ഉണ്ട്. ടച്ച് ആൻഡ് ഗോ കാർഡ് സിംഗപ്പൂരിൽ ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പൊ നമ്മൾ കറോസിൽ വഴിയൊക്കെ ഓർഡർ ചെയ്തൊക്കെ എടുക്കണം, അല്ലെങ്കിൽ മലേഷ്യയിൽ നിന്ന് മേടിക്കണം. ചെക്ക് പോയിന്റ് കഴിഞ്ഞ് മലേഷ്യ എത്തിരിക്കുകയാണ്. തെറിമക്കാസി മലാം. Okay, നമ്മൾ 15 മിനിറ്റ് today മലേഷ്യ പോലെ. Okay, മലേഷ്യ എത്തിരിക്കുകയാണ്. We really love going to Malaysia. It's very nice. I can't remember what phrase was it. Okay. So അവിടെ ചെക്ക് പോയിന്റിൽ യു ഹാവ് ടു ആ ടച്ച് ആൻഡ് ഗോ കാർഡ് വേണം. അതിനകത്ത് എത്രയാണ് എത്ര എടുത്ത് 20 റിങ്കറ്റോ 20 റിങ്കറ്റ്. ആൻഡ് ആസ് സൂൺ ആസ് യു ഗെറ്റ് ഔട്ട് ഫ്രം ദ ചെക്ക് പോയിന്റ് അടുത്തൊരു ടോൾ ഉണ്ട്. ഇതാണ് ടച്ച് ആൻഡ് ഗോ കാർഡ്. ഐ വിൽ ഷോ യു ഹൗ ഹി ഡസ്. നമ്മൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും. ഇത് 2 റിങ്കറ്റിന് മലേഷ്യയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ. നമ്മൾ എത്തി കൈന്റെ നീളം കൂടുന്നതായിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ടച്ച് ആൻഡ് ഗോ. ടച്ച് ആൻഡ് ഗോ. ഓ ബാക്കി 45 റിങ്കറ്റ് ഉണ്ട് ഗായ്സ്. നമ്മളിന്ന് പൊളിക്കാൻ പോവാണ് 45 റിങ്കറ്റ് വെച്ച്. സാറിന് ഇതിൽ പൈസ ഒന്നും കാണാറില്ല ഗായ്സ്. അതെ, എന്നിട്ട് സി ചേച്ചിയോട് മനീഷിന്റെ ഫ്രണ്ടിൽ നിർത്തി കാർഡ് തിരിച്ചു തന്ന് നമ്മളൊരു പോക്കാണ് ഗായ്സ്. Desaru Beach ആണ്. We're going to Desaru Beach, which is like 1 hour 20 minutes from Singapore. അല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലേ? ഇപ്പൊ കാണിക്കുന്നത് എത്രയാണ് കാണിക്കുന്നത്? So now it is like 1 hour 22 minutes. Yes. ഭയങ്കര മഴയായല്ലോ. എന്ത് ചെയ്യും ഞങ്ങള്? ബീച്ച് സൺസെറ്റ്. നമ്മുടെ ഡെസാരു കോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രതിഭാസം കണ്ടോ, ഇവിടെ ഡ്രൈ ആണ്, മഴയില്ല. അങ്ങനെ വൈ റീച്ച്ഡ് അനന്താര റിസോർട്ട്. ഒരു റീല് കണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് അങ്ങനെ ഫൈനലി വി റീച്ച് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. We are going to turmeric restaurant. So she said like if there is located this area. Hi, hello. Hi. There is another one that is facing the pool, but it's fully booked now. So what we can try for 7:30 slot.
നമ്മൾ ഈ സീ സൈഡ് റെസ്റ്റോറൻറ്റിൽ റിസർവേഷൻ കിട്ടുമെന്ന് ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് 8:30 ഇനി റിസർവേഷൻ ഉണ്ട്, ഫുൾ റിസർവ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ബീച്ച്. ഇതിനകത്താണ് ആ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇതിപ്പോൾ അടച്ചിട്ടിരിക്കണം മഴ ആയതുകൊണ്ട്. ഇന്നലെ ഒന്നും മഴയില്ലായിരുന്നു. ഇന്ന് നമ്മുടെ ഭാഗ്യം കാരണം ഭയങ്കര മഴ വന്നിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിവേസ്, ദിസ് ഇസ് ദ ബീച്ച് ഗൈസ്. ദിസ് ലുക്സ് അമേസിങ്, ഓസം. സി വെതർ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കോക്കനട്ട് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം റെയിനി ആണെന്ന്. മനസ്സിലായോ? ഹെവി ടെക്നോളജിയാണ്. നമ്മൾ വിചാരിക്കുന്ന ചില്ലറ പരിപാടിയല്ല. ദിസ് ഇസ് ദ ബീച്ച്. ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു കിളിക്കൂട് ഐറ്റമൊക്കെ ഉണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അനന്തര ദസാര ബീച്ചിൻ്റെ ഹെവി സെറ്റപ്പ്. 2 മഞ്ഞക്കൊട്ടിട്ട് മനുഷ്യരിവിടെ നിൽപ്പുണ്ട്. ആരെ കള്ളു പിടിച്ച കുപ്പിയൊന്നും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എടുക്കാമെന്നാണെന്ന് തോന്നുന്നു. കൊള്ളാമല്ലോ, സെറ്റപ്പല്ലേ? വെരി നൈസ്. ഈ മഴ പെയ്ത് വെള്ളം നിറഞ്ഞതിൻ്റെ വെള്ളം തെറിച്ച് പോകുന്ന അവിടെയാണെന്ന് തോന്നുന്നത്. വഴിയും ഒക്കെ പൊളിയായിട്ടുണ്ട് ഇവിടെ. നമ്മൾ കോക്കനട്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ പറിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് ആ സീ സൈഡിലുള്ള റെസ്റ്റോറൻ്റാണ്. നമ്മളിരിക്കുന്ന ടർമറിക് എന്ന് പറയുന്നത് ആ ഹോട്ടലിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഉള്ളതാണ്. അത്യാവശ്യം കത്തിയാണ്. പക്ഷേ സിംഗപ്പൂർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കത്തിയെന്ന് പറയാൻ പരാതിയൊന്നും പറയാനില്ല. സിമിലർ പ്രൈസാണ്, പക്ഷേ ഹെവി സെറ്റപ്പാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് ഇവിടെ ഉള്ളത്. മഴയില്ലായിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഹാവ് ബീൻ ബെറ്റർ. പക്ഷേ ഒരു സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണല്ലോ, ടേബിൾ ടെന്നീസ് ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ മഴ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചെസ്സൊക്കെ ഉണ്ടാണ്, വലിയ ചെസ്സ് ഉണ്ടോ, ഹെവി ചെസ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. എങ്കിലും ചെസ് ജയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കോമ്പറ്റീഷനൊക്കെ വെച്ച് വേണമെങ്കിൽ കള്ളുപിടിക്കുക എന്നുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യാനുള്ള. ബട്ട് അതർവൈസ് ദിസ് ലുക്സ് നൈസ്. ഇവിടെ ഒരു ബാറുണ്ട്. കൂടെ കിടന്ന് വെള്ളത്തിനകത്ത് കിടന്ന് വെള്ളം അടിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സെറ്റ് ചെയ്തത്. അടിച്ചിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റേ അടിച്ച പൊളിയായിരിക്കും തോന്നുന്നു കണ്ടിട്ട്. റൂമിൻ്റെ റേറ്റ് നോക്കാം. വലിയ കത്തിയില്ലെങ്കിൽ വേണമെങ്കിൽ തന്നെ സ്റ്റേ അടിച്ചിട്ട് പോവാം. എന്ത് പറയുന്നു? അതാണ് ഞാൻ തിരിച്ച് ടർമറിക്കിൽ എത്തുകയാണ് ഗൈസ്. ഓമിക്കും ചിഞ്ചിനും അവിടെ ഫുഡൊക്കെ മേടിച്ചോണ്ടിരിക്കുന്നു. ഇതായ നോക്കട്ടെ. ടർമറിക്ക് കൊള്ളാം, നല്ല പൊളിയായിട്ടുണ്ട്. ബീച്ച് നല്ല വൃത്തിയുള്ള ബീച്ചുണ്ട്. യു സീ ദ വാട്ടർ ആൻഡ് ദ സാൻഡ്. ഇറ്റ്സ് വെരി ക്ലീൻ. ഹാപ്പി ആയ? ബീച്ചിൽ കളിക്കാനല്ലേ വന്ന ഇവിടെ? കണ്ട നീ ഇപ്പോ ബേബി ക്രാബിനെ കണ്ട? ബേബി ക്രാബിനെ കണ്ടൊരാൾ. ഇവിടെ ഡോർ പണിയണം. അതെവിടെ നീ ഡോർ പണിയോ? then you have to make that walkway. എന്നിട്ട് ഇങ്ങനെ walkway വരണം. Good job, Bobby. Whoa. ഈവനിങ് അങ്ങനെ പ്രോപ്പർട്ടി ഫുൾ നമ്മൾ നടന്നിങ്ങനെ കണ്ടു. ഇറ്റ് വാസ് വെരി നൈസ്. കാരണം മഴ കഴിഞ്ഞുകൊണ്ട് വെതർ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതാണ് ഈവനിങ് വ്യൂസ്. സോ ബ്യൂട്ടിഫുൾ അല്ലേ? പോളിൻ്റെ ഗ്രീനും സ്കൈയുടെ ബ്ലൂവും പിന്നെ ഈ ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് റിയലി മാജിക്കലായിരുന്നു. പിന്നെ അവിടെ തന്നെ തൊട്ട് മുകളിൽ വേറൊരു ചെറിയൊരു ഡ്രിങ്ക്സൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. സോ വി ഹാഡ് സം മോക്ടെയിൽസ്, ജ്യൂസ്. അങ്ങനെ അവിടെ പോയിരുന്ന കുറച്ച് നേരം നമ്മൾ കുറച്ചധികം നേരം നമ്മൾ കത്തി വെച്ച് അവിടെ ഇരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്.
അതിനുശേഷം നമ്മൾ തിരിച്ച് GB അങ്ങോട്ട് പോയി. എന്തിനാണ് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. യെസ്, കാർ വാഷ് ആൻഡ് പെട്രോൾ അടിക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ചെല്ലോ അങ്ങനെ നമ്മൾ രാത്രി വീടെത്തി. ഇതായിരുന്നു നമ്മുടെ സിംഗപ്പൂർ.